നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ഒരുപാട് ഫോട്ടോസ് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസുകൾ അത് ആരാണ് അയച്ചതെന്ന് നമ്മുടെ ഗാലറിയിലൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് ആരാണ് അയച്ചത്, ഏത് ഗ്രൂപ്പിലാണ് വന്നതെന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട പല ആളുകളും വാട്സപ്പിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും ചോദിച്ചത് വാട്സപ്പിനകത്തുള്ള വീഡിയോസും ഫോട്ടോസും ഒരൊറ്റ ക്ലിക്കിൽ എങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് കളയാമെന്നുള്ളതാണ്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള സെറ്റിങ്സാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ നമ്മൾ ഒന്നുകൂടെ ചെയ്യാണ്. അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഈ സെർച്ച് ബാറുണ്ട്. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫോട്ടോസ്, വീഡിയോസ്, ലിങ്കൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ ഫോട്ടോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഫോട്ടോസുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസത്തെ ആ ഫോട്ടോസിൽ ഏത് ദിവസത്താണ് വേണ്ടതെങ്കിൽ ഇവിടെ കലണ്ടർ ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കലണ്ടർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോസിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ വീഡിയോസും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോസുകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, വലതുഭാഗത്തുള്ള. അതിനുശേഷം ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയവർ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഗ്രൂപ്പുകളും വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓരോ വ്യക്തിയും എത്ര MB അല്ലെങ്കിൽ എത്ര GB നമ്മുടെ ഫയൽ, നമ്മുടെ സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ മുകളിലുള്ളൊരു വ്യക്തി 796 MB, അതായത് ഏകദേശം 1/2 GB ഫയൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെയുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ഓഡിയോസ് അടക്കം PDF ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഈ 3 ലൈൻ ഉണ്ട്. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ന്യൂയസ്റ്റ്, ഓൾഡസ്റ്റ്, ലാർജസ്റ്റ് എന്ന 3 ഓപ്ഷൻ കാണും. ന്യൂയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ, ആ ഒരു വ്യക്തി അയച്ച ഏറ്റവും പുതിയ ഫോട്ടോസ്, വീഡിയോസുകൾ. ഇനി ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിലും അങ്ങനെ തന്നെയാണ്. ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ പുതിയ ഫയലുകൾ ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ ന്യൂയസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഓൾഡസ്റ്റ് ആണെങ്കിൽ പഴയത് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഓൾഡസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ലാർജസ്റ്റ് ഉണ്ട്. ഈ ലാർജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഫയലുകൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഫയലുകൾ ഉണ്ടെങ്കിൽ അല്പം സമയമെടുക്കും. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫയലുകളും സെലക്ട് ആയി വരും. ശേഷം മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി എല്ലാം കൂടെ ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തത് മാത്രം ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാനും വാട്സപ്പ് ക്ലീൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. വീഡിയോ